അല്ല, അത് പോകണമല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അതിൻ്റെ പേരിൽ ഇനി ആർക്കെതിരെയും വെല്ലുവിളി നടത്താനോ വീണ്ടും ഒരു വിഭാഗീയത വിഭജനത്തിലുള്ള ശ്രമങ്ങളൊന്നും ആ മണ്ഡലത്തിൽ നടത്താനല്ല. പക്ഷെ അതൊരു ഒരു ഒരു വകതിരിവുണ്ടാവണം ആ കാര്യത്തിൽ, ഒരു തിരിച്ചറിവ് ആ കാര്യത്തിൽ പലർക്കും ഉണ്ടാവണം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഒരു വ്യാജ സൃഷ്ടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ കെട്ടിവെച്ച് UDFൻ്റെ തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ നടത്തിയ പ്രചരണത്തെ വടകരയുടെ രാഷ്ട്രീയ ബോധം പരാജയപ്പെടുത്തിയത് എല്ലാവർക്കും ഒരു പാഠമാണ്. ആ കാഫിർ സൃഷ്ടി വ്യാജമാണെന്ന് അറിയാത്ത ആരും ഇനി മൂക്ക് താഴത്തേക്കായിട്ട് ഈ നാട്ടിൽ ജീവിച്ചിരിപ്പില്ല. എല്ലാവർക്കും അത് മനസ്സിലായി, പോലീസിനും മനസ്സിലായി. പോലീസ് ആ ചെറുപ്പക്കാരനോട് പറയാം, നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇനി മറ്റ് തുടർ നടപടികളില്ല. പക്ഷെ അത് പോരല്ലോ. അയാൾ നിരപരാധി ആവുമ്പോൾ അതിനകത്തൊരു അപരാധിയുണ്ട്. അത് വ്യാജമായ അയാളുടെ പേരിൽ ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയണ്ടേ? അത്തരം ശ്രമം ആരാണ് വടകരയോടും ആ നാട്ടിലെ ജനങ്ങളോടും അവരുടെ സമാധാനത്തെ കെടുത്താൻ ചെയ്തതെന്ന് അറിയണം. അപ്പം അത് ഒരു ലീഗൽ ആവശ്യം കൂടിയാണ്. രാഷ്ട്രീയമായി ജനങ്ങൾ അതിൻ്റെ വിധിയെഴുത്ത് നടത്തിക്കഴിഞ്ഞു. ഇനി നിയമപരമായ ഒരു അനിവാര്യതയാണ് അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. അതിലെ നിയമ പോരാട്ടങ്ങൾ ഞങ്ങൾ തുടരും. ഇപ്പോൾ കോടതി ഇടപെട്ടിട്ടുണ്ട്. കോടതിയുടെ ഇടപെടലുകളിൽ പോലീസ് അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട രീതിയിൽ മറുപടി കൊടുക്കട്ടെ. പോലീസ് പറയുന്നത് ഞങ്ങൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്തിട്ടുണ്ട്, അത് കിട്ടാനുള്ള കാലതാമസമാണെന്നുള്ളതാണ്. അത് വിശ്വാസയോഗ്യമല്ല. അത് കിട്ടാൻ എത്ര എളുപ്പമുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പോലീസിന് പരിശോധിച്ചാൽ പോലെ. ആ പോസ്റ്റ് ചെയ്തവരെ വിളിച്ചിട്ട് പോലീസിനൊന്ന് ചോദ്യം ചെയ്താൽ പോരെ, ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അതിൻ്റെ അഡ്മിന്മാരെ വിളിച്ചിട്ടും ചോദ്യം ചെയ്താൽ പോരെ. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകൾ, ഇരിക്കുന്ന ആളുകളുടെ ബന്ധുക്കളായ ആളുകളുടെ ഫേസ്ബുക്ക് വാളിൽ ഇപ്പോഴും ആ പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടെന്ന് എൻ്റെ അറിവ്. അത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് അവിടെ കിടക്കുകയാണ്. അത് വടകരയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ഈ നാടിൻ്റെ ഐക്യത്തോടുള്ള വെല്ലുവിളിയാണ്. അപ്പം അതിന് ലീഗലായിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ പേരിലും ഇനി ആരെയും അതും ഇനി ഒരു ഭിന്നിപ്പിന് കാരണമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് CPMനെ പോലൊരു പ്രസ്ഥാനം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. അവരുടെ അണികൾ തന്നെ തീരുമാനിച്ചതിൻ്റെ കൂടെ അനന്തരഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഞങ്ങൾക്ക് ഇത്രയും വോട്ട് കിട്ടിയിട്ടുള്ളത്. സംസ്ഥാനത്ത് മാറ്റുകയായിരുന്നു ഉദ്ദേശം എന്ന ചിലതൊരു ആരോപണങ്ങളൊക്കെ വരുന്നിരുന്നു. ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിനാണ് അവർ തോൽക്കുന്നത്. അപ്പോൾ ആ ആരോപണം ഇപ്പോഴും അങ്ങ് സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. അതോ CPMന്റെ ഉദ്ദേശം അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണെന്നാണോ വിചാരിക്കുന്നത്? അല്ല, അത് അവരുടെ പാർട്ടി കാര്യമാണ്, അത് അവരുടെ ഇന്നർ മാറ്റേഴ്സാണ്. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വടകരയിൽ നടന്നത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിരുന്നു, ഒരു രാഷ്ട്രീയമായ പോരാട്ടമായിരുന്നു. ഞങ്ങളുടെ വിജയം ഒരു രാഷ്ട്രീയ വിജയമാണ്. അവിടുത്തെ ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വിജയമാണ് ഞങ്ങൾ. അവരൊക്കെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞത് വടകരയുടെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ചാണല്ലോ. EP ജയരാജനൊക്കെ പറഞ്ഞ് നല്ല രാഷ്ട്രീയമുള്ള ആളുകളാണ് വടകരയിലെ ജനങ്ങൾ. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഉറച്ചു നിന്നാൽ മതി. ഞങ്ങൾ അന്നും ഇന്നും അത് തന്നെ പറയുന്നത്. ഞങ്ങൾക്ക് വടകരയിൽ നിന്ന് കിട്ടിയത് ഞങ്ങളുടെ രാഷ്ട്രീയ വിജയമാണ്. ഈ മാർ കൊല്ലോസിനെതിരായിട്ടുള്ള പരാമർശത്തിൽ അദ്ദേഹം പിണറായി വിജയൻ മാപ്പ് വരണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. അല്ല, ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും നിലപാടുകൾക്കും ഭാഷയ്ക്കും ഏറ്റ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഉണ്ടായതെന്നുള്ളത് ഇവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അത് ധിക്കാരം ഹിന്ദിയിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ധിക്കാരം തന്നെയാണ്. അത് UPയിലെ ജനങ്ങൾ ചോദ്യം ചെയ്തതുപോലെ, അത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ചോദ്യം ചെയ്തതുപോലെ കേരളത്തിലെ ജനങ്ങളും ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ തിരിച്ചറിവിനെ സംബന്ധിച്ച് ആളുകൾക്ക്, പൊതുസമൂഹത്തിനുള്ള തിരിച്ചറിവ്, ഈ ജീവിതത്തിൽ പൊതുസമൂഹത്തിലുള്ള ആളുകൾ ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞു എന്ന് വരാം, ചിലപ്പം വിമർശനങ്ങൾ ഉണ്ടായെന്ന് വരാം. ഒരു മോശപ്പെട്ട വാക്കും ഉപയോഗിക്കാത്ത ഒരു പുനർവിചിന്തനത്തിന് ആദർശപരമായി ഞാൻ ഇപ്പോഴും ഇടതുപക്ഷത്താണെന്ന് പറയാൻ മടിയില്ലാത്തൊരു തിരുമേനി വനിതാ മതിലിൽ ഉൾപ്പെടെ പങ്കെടുത്ത് അവരുടെ അത്തരം ഇനീഷ്യേറ്റീവ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ ഓർക്കുന്നു. ആ ഒരു തിരുമേനി പറഞ്ഞൊരു അഭിപ്രായ വ്യത്യാസത്തിൽ നേരെ വിവരദോഷത്തിൻ്റെ ടാഗ് അവിടെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ വിവരദോഷവും ധിക്കാരവും. അപ്പോൾ ഇന്നും ഒക്കെ ആയിട്ട് പത്രങ്ങളിൽ കാണുന്നുണ്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭയങ്കരമായിട്ടുള്ള വിമർശനം ഉണ്ടാണ്, തിരുത്തണം എന്ന് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രതികരിക്കുന്നു, തിരുത്തുമെന്നും പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ MV ഗോവിന്ദൻ വിവരദോഷിയാണോ? പാർട്ടി തിരുത്തണം എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. തിരുത്താൻ മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ CPMനോട് പറഞ്ഞൊരു തിരുമേനിയെ വിവരദോഷി എന്ന് മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ MV ഗോവിന്ദൻ വിവരദോഷിയാണെന്നും കൂടെ മുഖ്യമന്ത്രി അംഗീകരിക്കുകയാണോ? അപ്പോൾ വിമർശനങ്ങളോട് ഇത്ര അസഹിഷ്ണുത പാടില്ല. അസഹിഷ്ണുതയുടെ മൊത്തക്കച്ചവടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. കുറച്ചുകൂടെ ജനങ്ങൾക്ക് കണ്ണും കാതും കൊടുക്കണം. അപ്പം മനസ്സിലാവും ആ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ഒക്കെ ലോജിക്കുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവും.